ഹായ് ഡിയർ ആൻഡ് ഓൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവൽ കൊണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള കളറിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കട്ടിയുള്ള അവലാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അത് ഇച്ചിരി കൂടെ സോഫ്റ്റ്നെസ് കിട്ടും. എൻ്റെ ഈ ഒരു ഗ്ലാസ്സിനാണ് 2 കപ്പാണ് എടുത്തിട്ടുള്ളത് അവല്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത്, ഒരു പാന് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് കുക്കിംഗ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ഇത് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് ഒരു 1/2 കപ്പ് അളവിന് കപ്പലണ്ടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നല്ലതുപോലെ മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. കപ്പലണ്ടി ഒരുപാട് സമയം ഇട്ടിരിക്കുവാണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 2 മിനിറ്റ് എന്ന സമയം പറഞ്ഞത്. നമുക്കിനി ഇതേ പാത്രത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോടെ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞത്. ഈ സവാള കൂടെ ചേർത്ത് കൊടുത്ത് സവാളയെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം, കാരണം അവലും കൂടെ കളർ വരാൻ കണക്കിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന അവൽ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത്തിരി കട്ടിയുള്ള അവലാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കഴുകി എടുക്കാവുന്നതാണ്. ഒത്തിരി സമയം വെച്ച് കഴുകാൻ പറ്റത്തില്ല, എങ്കിൽ അത് എളുപ്പം കുതിർന്നു പോകും, സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പം അല്ലാതെ ഇച്ചിരി നല്ലപോലെ കട്ടിയുള്ള ബ്രൗൺ കളറിലുള്ള അവലാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടി അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ പകുതി നാരങ്ങ നീര് അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് കപ്പലണ്ടി കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്, ബൈ.